അതെ, എനിക്ക് തോന്നുന്നത് ഈ കാർലോസ് എന്ന് പറയുന്ന ഇന്ദ്രജാലത്തിലെ കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പം ഓൾറെഡി പ്രശസ്തനായ ഒരു നാടകത്തിലുള്ള ആളാണ് ഈ സിനിമയിൽ ഇന്നോവേഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ഉള്ളൊരു പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. ഒരു പുതിയ നടൻ എന്നുള്ള രീതിയിലല്ല വന്നത്. അത് ഈ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, എൻ്റെ നാടകത്തിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ മലയാള മനോരമയിൽ വന്നു. ആ ഇന്റർവ്യൂവിൽ സിനിമയെക്കുറിച്ചുള്ള, അപ്പോൾ കാട്ടുകുതിര സിനിമയായ സമയമാണത്. കാട്ടുകുതിര സിനിമയായപ്പോൾ തിലകൻ ചേട്ടനല്ല റോൾ ചെയ്ത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ ഈ ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയിലേക്ക് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് കാട്ടുകുതിരയിൽ ആ വേഷം കിട്ടാത്തതിൽ വിഷമമുണ്ടെന്നുള്ള കാര്യമൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞത്. ആ ഇന്റർവ്യൂ അയച്ചിട്ടാണ് ഡെന്നീസ് ജോസഫും തമ്പികണ്ഠൻ ദാനവും ഇന്ദ്രജാലത്തിലേക്ക് വിളിക്കുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കാർലോസ് ഒക്കെ വരുന്നതിന് മുമ്പ് സിദ്ദിഖ് ലാൽ സ്ക്രിപ്റ്റ് എഴുതിയ ഒരു പടമുണ്ട്, പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ പറഞ്ഞത്. സത്യജിത്താണ് ഡയറക്ട് ചെയ്ത. ആ പടത്തിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്, പുലിയ അങ്ങനെ എന്തൊരു കോമഡി വില്ലൻ. അങ്ങനെ അതിൽ ചെയ്തിട്ടാണ് പിന്നെ ഇത് വരുന്നത്. അതിനുശേഷം പക്ഷെ കാർലോസ് എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അതെ അതെ.